വിശാലമായ കായൽപ്പരപ്പും ശാന്തസുന്ദര അന്തരീക്ഷവുമാണ് കൊല്ലം തിരുവനന്തപുരം അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നെല്ലേറ്റിൽ കടവിന്റെ പ്രത്യേകത. ടൂറിസം വികസനത്തിനുള്ള അനുകൂല ഘടകങ്ങളെല്ലാം ഒത്തുചേർന്നിട്ടും ടൂറിസം വികസനം എന്ന സ്വപ്നം ഇവിടെ നിന്നും അകന്നു നിൽക്കുകയാണ്. വിശാലമായ കായൽപ്പരപ്പിന്റെ ശാന്തസുന്ദരമായ അന്തരീക്ഷം ആവോളം ആസ്വദിക്കാൻ കഴിയുന്ന ഇടമാണ് നെല്ലേറ്റിൽ കടവ്. പക്ഷേ അധികൃതർ കണ്ണടയ്ക്കുന്നത് കൊണ്ട് തന്നെ ടൂറിസം വികസനം വേണ്ടുവോളം ഇല്ലാത്തൊരിടമായി മാറിയിരിക്കുകയാണ് ഇവിടം. കായൽ സൗന്ദര്യം ആസ്വദിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഇടവും വിനോദസഞ്ചാരത്തിന് ഏറെ സാധ്യതകളുമുള്ള തീരവുമാണിത്. ഇടവ നടയറ കായലിൽ തോണിപ്പാറ വെള്ളച്ചാട്ടത്തിനടുത്താണ് കടവ് സ്ഥിതി ചെയ്യുന്നത്. കായലിനക്കരെ കാപ്പിലാണ്. കാപ്പിലിനോട് ചേർന്നുള്ള പ്രദേശമായതിനാൽ കായൽ ടൂറിസത്തിന് വലിയ സാധ്യതയാണ് നെല്ലേറ്റിനുള്ളത്. ഈ ഭാഗത്തെ വിശാലമായ കായൽ സഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. പരമ്പരാഗതമായിട്ടുള്ള ഒരു മേഖലയാണ് ഈ കടത്തെന്ന് പറയുന്നത്. നിലവിൽ നമ്മൾ കാപ്പിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും കൊല്ലത്തേക്കും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും മറ്റാവശ്യങ്ങൾക്കുമായി ട്രെയിനെ ആശ്രയിക്കുന്ന ഈ കടത്ത് പ്രധാനമായും ആശ്രയിച്ചിരുന്ന കടത്ത് തന്നെയാണ്. ടൂറിസം മാപ്പിൽ ഉൾപ്പെടുകയാണെങ്കിൽ നമുക്ക് റിസോർട്ട് പോലുള്ള ഒരുപാട് പ്രോജക്റ്റുകൾ നമ്മൾ ഈ നാട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അത് വരുന്ന സഞ്ചാരികൾക്ക് കുറച്ചുകൂടെ ഉന്മേഷമേകാൻ പറ്റുന്ന ഒരു ഇതായി വിശ്വസിക്കുന്നു. നെല്ലേറ്റിൽ കാപ്പിൽ കടവുകളിൽ ബോട്ട് ജെട്ടിയുണ്ട്. എന്നാൽ ബോട്ട് സർവീസ് ഇല്ല. കടത്തു വള്ളങ്ങളെയാണ് പ്രദേശവാസികളായ യാത്രക്കാർ ആശ്രയിക്കുന്നത്. ഇവിടെ ബോട്ട് സർവീസ് ആരംഭിക്കണമെന്നുള്ളതും ഇവരുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ്. ബോട്ട് സർവീസുകൾ കൂടി ആരംഭിക്കുന്നതോടെ നെല്ലേറ്റിലിന്റെ സാധ്യതയും തെളിയുമെന്നാണ് പ്രതീക്ഷ. റിപ്പോർട്ടർ, തിരുവനന്തപുരം.